ഇന്ന് ഞാൻ നല്ലൊരു ചിക്കൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഞാനിങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇവിടെ ഹിന്ദിക്കാരും ഈ രീതിയിലൊക്കെ തന്നെയാണ് തയ്യാറാക്കുന്നത്. പക്ഷേ നമ്മൾ കേരളക്കാരിങ്ങനെയാണോ തയ്യാറാക്കുന്നത് എനിക്കറിയില്ല. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റും. നിങ്ങൾ തയ്യാറാക്കി നോക്കുക. ഞാൻ ആദ്യം തന്നെ പാനിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തു. അതിലേക്ക് കനം കുറച്ചരിഞ്ഞ ചെറുതായി അരിഞ്ഞ സവാള ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് നല്ലവണ്ണം ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. അതുവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. തീരെ കനം കുറച്ച് ഉള്ളി അരിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് ഫ്രൈ ആക്കി എടുക്കാൻ പറ്റും. പെട്ടെന്ന് മൂത്ത് കിട്ടാനായിട്ട് ഞാൻ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ചേർക്കുമ്പം പെട്ടെന്ന് ഉള്ളി ഫ്രൈ ആയി കിട്ടുമെന്നാണ് പറയുന്നത്, അറിയില്ല. അതുകൊണ്ട് ഞാനും കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലവണ്ണം ഫ്രൈ ആക്കി എടുക്കണം. നമ്മൾ എന്നും ചിക്കൻ ഒരേ രീതിയിൽ ഉണ്ടാക്കി കഴിക്കുമ്പം അതിന് അത്രയ്ക്കും ടേസ്റ്റ് വരത്തില്ല. പക്ഷേ നമ്മൾ വേറെ വേറെ രീതിയിൽ തയ്യാറാക്കി നോക്കുമ്പം അതിന് പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരിക്കും നമ്മൾ കഴിക്കുമ്പം. തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങനെ തയ്യാറാക്കി നോക്കുക. ഞാനിവിടെ ഇതുപോലെ ഉള്ളിയെല്ലാം ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. നല്ലവണ്ണം ഗോൾഡൻ ബ്രൗൺ ആകുന്നവരെ ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയെടുക്കാം. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഈ എണ്ണ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ ചിക്കനൊക്കെ ഒന്ന് കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആദ്യമേ അത് ചിക്കൻ കഴുകി റെഡിയാക്കി വെച്ചിരുന്നു. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. ഇതിലേക്ക് കുരുമുളക് പൊടിയാണ് ചേർത്തത്. പിന്നെ മല്ലിയില, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇപ്പോൾ ചേർക്കുന്നില്ല. പച്ചമുളക് ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ച ഉള്ളിയുടെ പകുതി ചേർത്ത് കൊടുക്കാം. മൊത്തം ചേർക്കേണ്ട, പകുതി മാത്രം ചേർത്ത് കൊടുക്കാം. പകുതി മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് തൈര് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഇത് ഒട്ടും പുളിയില്ലാത്ത തൈരാണ്. പുളിയുള്ള തൈരാണെങ്കിൽ കുറച്ച് മാത്രം ചേർക്കുക. ഇത് ഒട്ടും പുളിയില്ലാത്ത കവറിന് വാങ്ങിക്കുന്ന തൈരായതുകൊണ്ട് ഞാൻ 3-4 സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് തിരുമ്മി അരമണിക്കൂറെങ്കിലും ഇതൊന്ന് അടച്ചു വെക്കണം. ഇതുപോലെ ഞാൻ ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി ഇനി ഒന്ന് അടച്ചു വെക്കുക. പിന്നെ അന്നേരത്തേക്ക് നമുക്ക് മസാല തയ്യാറാക്കാം. ഞാൻ നമ്മൾ ഉള്ളി വറുത്ത ആ എണ്ണയിലേക്ക് തന്നെ കടുകിട്ട് കൊടുത്തു. അതിനുശേഷം കറിവേപ്പില ചേർത്ത് കൊടുത്തു. ഹിന്ദിക്കാർ ചിക്കൻ കറിക്ക് കടുക് ചേർക്കാറില്ല. അതുപോലെ കറിവേപ്പിലയും ചേർക്കുന്നത് കുറവാണ്. അതിന് പകരം ഒരു മല്ലിയില ചേർക്കുന്നത്. പക്ഷേ ഇവിടെ ഞാനത് ചേർത്ത് കൊടുത്തു, കടുകും കറിവേപ്പിലയും. പിന്നെ നമ്മൾ മാറ്റി വെച്ച ഉള്ളിയുടെ പകുതി മാറ്റി വെച്ചില്ലേ, അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് മൂത്ത് കിട്ടിയതുകൊണ്ട് ഇനി നമുക്കിനി അത് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെയും പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പം നമുക്ക് തീ ഓഫ് ചെയ്തിട്ടോ അല്ലെങ്കിൽ തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് പൊടികൾ ചേർക്കാം. എനിക്ക് തോന്നുന്നു തീ ഓഫ് ചെയ്തിട്ട് ചേർത്താൽ അത്രയും നല്ലതെന്ന് തോന്നുന്നു. ഞാനിവിടെ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു. മല്ലിപ്പൊടി കണ്ടിട്ട് ഒരു തൃപ്തി തോന്നില്ല, ഒരു അറക്കപ്പൊടി പോലൊക്കെ തോന്നും. പിന്നെ മുളക് പൊടി എരിവുള്ളതും എരിവില്ലാത്തതും കൂടി ചേർത്ത് കൊടുത്തു. പിന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. പിന്നെ ഞാൻ ഗരം മസാലയാണ് ചേർത്തത്. ഇത് ഞാൻ വീട്ടിൽ തയ്യാറാക്കിയത് തന്നെ ഗരം മസാലയാണ്. കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന ഗരം മസാല എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ച് വെക്കും. പിന്നെ ചിക്കൻ മസാല ചേർത്ത് അല്പം കാശ്മീരി മുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഈ പച്ചമണം ഒന്ന് മാറുന്ന വരെ തീ ചെറുതായി വെച്ചിട്ട് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി അരച്ച് വെച്ചതാണ് ഞാൻ ചേർക്കുന്നത്. നിങ്ങൾക്ക് അല്ലാതെ ചെറുതായി അരിഞ്ഞ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. പക്ഷേ എനിക്കിഷ്ടം ഇതുപോലെ തക്കാളി അരച്ചതാണ് ചേർക്കുന്നത് ഇഷ്ടം.
ഇനി ഇത് നല്ലവണ്ണം പച്ച തക്കാളിയല്ലേ ചേർത്തത്, അതുകൊണ്ട് നമുക്ക് കുറച്ച് നേരം എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. അതിൻ്റെ ആ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറുന്നവരെ നല്ലവണ്ണം ഒന്ന് ഫ്രൈ ആക്കി എടുത്തതിന് ശേഷം ഇതെപ്പോഴും ചെറുതീയിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായം കൂടി അറിയിക്കുക. ഞാനിവിടെ അല്പം വെള്ളം കൂടി ചേർത്ത് കൊടുത്തു. വെള്ളം ഒന്നിച്ച് ഞാനിവിടെ ചേർക്കുന്നില്ല, കുറേശ്ശെ മാത്രമേ വെള്ളം ചേർത്ത് കൊടുക്കത്തുള്ളൂ. ഇനി ഇതൊന്ന് എണ്ണ തെളിയുന്ന വരെ ഇതിങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ചേർത്തു. ഇത്രയല്ല, ഇനി കുറച്ചുകൂടി വെള്ളം ചേർക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ആദ്യം ഇത് ഈ മസാലയൊന്ന് നല്ലവണ്ണം ഫ്രൈ ആയി കിട്ടണം. അതുപോലെ ആ എണ്ണയ്ക്കകത്ത് കിടന്ന് നല്ലവണ്ണം ഒന്ന് എന്തോന്ന് പറയുന്നത്, എണ്ണ തെളിഞ്ഞ് വരണം, നല്ലവണ്ണം മൂത്ത് കിട്ടണം. അതുവരെ ഇനി കുറേശ്ശെ വെള്ളം ഒഴിച്ചാണ് ഞാനിത് ആദ്യമേ ചെയ്യുന്നത്. അല്ലാതെ ഒന്നിച്ച് വെള്ളം ഒഴിച്ച് ഒരിക്കലും ഞാൻ ചെയ്യത്തില്ല. ഇതുപോലെ കുറേശ്ശെ മാത്രം വെള്ളം ഒഴിച്ച്. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം ഇനി വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. അല്ല ഈ ഒരു മസാലയിൽ മാത്രം മതിയെങ്കിൽ അങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റും. പക്ഷേ ഞാനിവിടെ വെള്ളം അടുപ്പിൽ വെച്ചിട്ടുണ്ട് ചൂടാകാൻ വേണ്ടി. ചൂടുവെള്ളമാണ് ഇനി ഇതിനകത്ത് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഈ മസാലയ്ക്കകത്ത് കിടന്ന് കുറച്ച് സമയം വേവണം. അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ വെള്ളം ചേർത്ത് കൊടുക്കത്തുള്ളൂ. ഇതൊരു 10 മിനിറ്റോളം ഞാൻ ഈ മസാലയ്ക്കകത്ത് തന്നെ വേവിച്ചെടുക്കുന്നുണ്ട്. നിങ്ങളും ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ തയ്യാറാക്കി നോക്കുക, നല്ല ടേസ്റ്റാണ്. മല്ലിയിലയൊക്കെ കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കണം. മല്ലിയില എല്ലാ സ്ഥലങ്ങളിലും കിട്ടത്തില്ല, പിന്നെ അന്നേരം മല്ലിയില ഒഴിവാക്കാം തീർച്ചയായിട്ടും. ബാക്കിയുള്ള ചേരുവകൾ വെച്ച് തയ്യാറാക്കാൻ പറ്റും. ഇത് നല്ലവണ്ണം ഒന്ന് ഇതുപോലെ ഒരു 10 മിനിറ്റോളം ഞാനിത് വേവിച്ചെടുത്തു. പിന്നെ ഞാൻ ആ ചിക്കൻ എടുത്ത് വെച്ച ആ പാത്രത്തിലേക്ക് തന്നെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തു. അത് തന്നെയാണ് ഇങ്ങനെ ഒഴിച്ചത്. പച്ചവെള്ളം ഒരിക്കലും ഒഴിക്കാതിരിക്കുക. ചൂടുവെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോഴാണ് നല്ലത്. ഇനി വെള്ളം ആവശ്യമെങ്കിൽ തീർച്ചയായിട്ടും ചേർത്ത് കൊടുക്കാം. ഞാനൊരല്പം വെള്ളം കൂടി ചേർക്കും, കാരണം ചപ്പാത്തിയൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് എന്താണെന്നില്ല ഇച്ചിരി ചാറൊക്കെ വേണമല്ലോ. ചോറ് കഴിക്കുമ്പോൾ ചിലർ ഈ ചിക്കൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ ഒഴിച്ച് കറി കൂട്ടത്തില്ല, ഈ ചിക്കൻ കറി മാത്രം കൂട്ടി, അല്ലെങ്കിൽ അതുപോലെ തന്നെ മീൻ കറി ആണെങ്കിലും അങ്ങനെ തന്നെ അത് കൂട്ടിയല്ലേ കഴിക്കുന്നത്. അതുകൊണ്ട് ഞാനൊരു ശകലം വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അടച്ച് വെച്ച് നല്ലതുകൊണ്ടൊന്ന് വേവിച്ചെടുത്തു. ചാറൊക്കെ ഒന്ന് ഒരുവിധം പറ്റിയിട്ടുണ്ട്. ചിക്കൻ ആയതുകൊണ്ട് ചാറങ്ങനെ പെട്ടെന്ന് പറ്റത്തില്ല, എന്നാലും കുഴപ്പമില്ല, നല്ല കുറുകിയിട്ടുണ്ട്. ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ സൂപ്പറാണ്. അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഹിന്ദിക്കാരുടെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. ചെറിയ ജീരകത്തിൻ്റെ അത്രയുള്ള അരിയുണ്ട്, ആ അരിയുടെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ്. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഇതുപോലുള്ള വീഡിയോയ്ക്കുമായിട്ട്. ഓക്കെ.